പ്രസംഗിക്കുമ്പോൾ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. എന്റെ ശരീര ചലനങ്ങള്, എന്റെ നോട്ടം എല്ലാം വളരെ പ്രശ്നത്തിലായിരുന്നു. ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ വളരെ എളുപ്പത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സമയപാലകൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം 1-2 പ്രസംഗം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ആത്മവിശ്വാസം കിട്ടി. കൂടുതൽ ഒരു തവണ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ആത്മവിശ്വാസം കിട്ടി. അതിനുശേഷം കൂടുതൽ പ്രസംഗങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ തെറ്റുകളൊക്കെ നമ്മുടെ സീനിയർ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞു തന്ന് എന്നെ തിരുത്തിയിട്ടുണ്ട്. അതും എനിക്ക് വളരെ സഹായകരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം, ശരീരചലനങ്ങൾ, വാക്കുകളുടെ സ്ഫുടത എല്ലാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രസംഗം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.